വെൽക്കം ടു ആസ്ക് ദ ഡോക്ടർ പ്രോഗ്രാം പ്രസന്റഡ് ബൈ മെഡ്സോൺ. ഇന്നത്തെ ചോദ്യം, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി മാഡത്തോടൊന്ന് ചോദിച്ചു നോക്കാം. ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സേഫ് തന്നെയാണ്. ഈവൻ അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസ് വരെ ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ അപ്രോപ്രിയേറ്റ് സൈസ് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർ ക്ലീനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ തവണ നമ്മളിപ്പോൾ ഒരു 6 to 8 hours ആണ് പറയുന്നത്. അപ്പോൾ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാക്സിമം ഒരു 12 hours വരെ അത് റിട്ടൈൻ ചെയ്യണതുകൊണ്ടും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഫിൽ ആവണതിനനുസരിച്ചിട്ട് മാറ്റാം. പിന്നെ മെൻസ്ട്രൽ കപ്പ് ഓരോ തവണ നമ്മളത് ചേഞ്ച് ചെയ്യുമ്പോഴും ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് നല്ല വൃത്തിയിൽ കഴുകി ചൂടുവെള്ളത്തിലിട്ട് യൂസ് ചെയ്യണം. അത് പ്രോപ്പർ ഇൻസേർഷൻ്റെ സമയത്ത് പോലും നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാൻഡ് വാഷ്, ഹാൻഡ് ഹൈജീൻ കീപ്പ് ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഈ പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്രോയിങ്ങിൽ റാഷസ് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് എമൗണ്ട് ഓഫ് ബ്ലീഡിങ് മെഷർ ചെയ്യാം എന്നുള്ളത് മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ഒരു പീരിയഡ്സിൻ്റെ സമയത്തൊരു നമ്മുടെ നോർമൽ യൂഷ്വൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞൊരു 5 to 80 ml ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലീഡിങ്ങിൻ്റെ എമൗണ്ട് ഓഫ് ബ്ലീഡിങ് അറിയാൻ അത് വളരെ യൂസ്ഫുള്ളാണ്.